നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ നാളെ അർജൻറ്റീനയും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ എല്ലാവരും അത് ഒരു ലമീൻ യമാൽ വേഴ്സസ് ലിയോ മെസ്സി മത്സരം എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്, അങ്ങനെ ഒരു ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. എന്നാൽ കളിക്കളത്തിൽ ഈ രണ്ട് താരങ്ങളാണോ നേർക്കുനേർ ഏറ്റുമുട്ടേണ്ടത്? അവരാണോ മാച്ചപ്പ് വരുന്നത്? അല്ല. ഈ കളി തീരുമാനിക്കുന്ന മറ്റ് ചില ഏറ്റുമുട്ടലുകളുണ്ട്. അതേതൊക്കെയാണ് നമ്മളൊന്ന് പരിശോധിക്കണം. മാച്ചപ്പുകൾ, ഈ കളിയുടെ റിസൾട്ട് തീരുമാനിക്കാൻ പോകുന്ന ചില മാച്ചപ്പുകളുണ്ട്. ആ മാച്ചപ്പുകൾ നമുക്കൊന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ തീർച്ചയായിട്ടും റോഡ്രി വേഴ്സസ് ലിയോ മെസ്സി. മൈതാനത്തിൻ്റെ മധ്യത്ത് എതിരാളികളുടെ മുന്നേറ്റങ്ങളെ മുളയിലേ നുള്ളുന്ന റോഡ്രി, നിപ്പിറ്റ് ഇൻ ദി ബഡ്. ലയണൽ മെസ്സിക്ക് സ്പേസ് കൊടുക്കാതിരിക്കുക എന്നുള്ള റോള് തീർച്ചയായിട്ടും റോഡ്രിക്കായിരിക്കും. മെസ്സി പെനാൽറ്റി ഏരിയയിലേക്ക് അങ്ങനെ കടന്നു കയറിയില്ലെങ്കിൽ പോലും പെനാൽറ്റി ബോക്സിന് പുറത്ത് നിന്ന് കൊടുക്കുന്ന ബോളുകൾ എത്രത്തോളം മാരകമാകും എന്നുള്ളത് ഇംഗ്ലണ്ടുകാരനുഭവിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് ബോക്സിലേക്ക് മെസ്സി അടിപ്പിക്കാതിരിക്കുക എന്നത് ചെയ്താൽ മാത്രം പോരാ, അദ്ദേഹത്തിന് സ്പേസ് കൊടുക്കാതിരിക്കണം, ബോക്സിന് മുന്നിലും സ്പേസ് കൊടുക്കാതിരിക്കണം. സോ ഈ വേൾഡ് കപ്പിൽ ലയണൽ മെസ്സി ഒരു സംശയവും വേണ്ട സ്റ്റാൻഡ് ഔട്ട് ഇൻഡിവിജ്വൽ പ്ലെയറാണ്. അതേസമയം മധ്യനിരയിൽ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ഡൊമിനേറ്റ് ചെയ്ത് കളിക്കുന്നയാളാണ് റോഡ്രി. സോ റോഡ്രി വേഴ്സസ് മെസ്സി പോരാട്ടം ഈ കളിയുടെ റിസൾട്ട് തീരുമാനിക്കുന്ന ഒന്നായിരിക്കും. മറുഭാഗത്ത് മെസ്സിയെപ്പോലെ മാന്ത്രികത കാണിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനില്ലേ, 19കാരൻ ലമീൻ യമാൽ. സോ ലമീൻ യമാൽ വേഴ്സസ് നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ. കഴിയുമോ ടാഗ്ലിയാഫിക്കോക്ക് യമാലിനെ തടയാൻ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആണ് ടാഗ്ലിയാഫിക്കോ. വലതുപാർശ്വത്തിൽ മോളിനെയും ഗോൺസാലോ മൊണ്ടിയിലും ഒന്ന് കാലിടറുന്നുണ്ടെങ്കിലും ഇടതുപാർശ്വത്തിൽ ടാഗ്ലിയാഫിക്കോ ഒക്കെയാണ് എന്നുള്ളതാണ് അർജന്റീന ആരാധകരുടെ ഒരു സമാധാനം, ആശ്വാസം. ഏതായാലും യമാലിനെ തടയണമെങ്കിൽ ഒരു മികച്ച പ്രകടനം തന്നെ, സ്റ്റാൻഡ് ഔട്ട് പ്രകടനം തന്നെ ടാഗ്ലിയാഫിക്കോ പുറത്തെടുക്കേണ്ടി വരും. ടാഗ്ലിയാഫിക്കോയെ സഹായിക്കാൻ വേണ്ടി മധ്യനിരയിൽ നിക്കോ ഗോൺസാലസിനെ കൂടി ഇറക്കാൻ ലയണൽ സ്കലോനി ആലോചിക്കുന്നു എന്ന സൂചനകൾ TYC സ്പോർട്സ് ഒക്കെ നൽകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ലിച്ചാൻഡ്രോ മാർട്ടിനസിൻ്റെ ഒരു സഹായം കൂടി വേണ്ടി വരും ഓൺ സിറ്റുവേഷനുകളിലൊക്കെ. അത് വളരെ ക്രൂഷ്യലായിരിക്കും, അത് അവോയ്ഡ് ചെയ്യേണ്ടിയിട്ട്. അപ്പോൾ അത് കൂടി വേണ്ടി വരും ടാഗ്ലിയാഫിക്കോക്ക്. സോ ലമീൻ യമാൽ വേഴ്സസ് നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ ഈ കളിയുടെ റിസൾട്ട് തീരുമാനിക്കാൻ പോകുന്ന മറ്റൊരു മാച്ചപ്പാണ്. ഇനി കേൾക്കണം, അടുത്തത് മൈക്കൽ ഓയർസബാൽ വേഴ്സസ് അർജന്റീൻ ഡിഫൻഡേഴ്സ്. അർജന്റീന ഡിഫൻസീവ് ഡിവോ വളരെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അതായത് ലിച്ചാൻഡ്രോ മാർട്ടിനസും ക്യൂട്ടി റൊമേറോയും വളരെ മികച്ച സെൻട്രൽ ബാക്കുമാരാ. പക്ഷേ പല കളികളിലും അർജന്റീന ഗോൾ കൺസീഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. മിക്ക കളികളിലും അവർ ഗോൾ കൺസീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയർസബാൽ 5 ഗോളുകൾ ഓൾറെഡി അടിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന കാര്യം കൂടി നോക്കണം. അതേ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഫറെൻ്റ് അറ്റാക്കിംഗ് പൊസിഷൻസിലും അതുപോലെ വേരിയസ് റോൾസിലും ഒക്കെ കളിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണ് മൈക്കൽ ഓയർസബാൽ. അപ്പോൾ അദ്ദേഹത്തിന് മുന്നേറ്റങ്ങൾ ഫിനിഷ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അതുപോലെ തന്നെ മിഡ്ഫീൽഡേഴ്സ് കൃത്യമായിട്ട് അദ്ദേഹത്തിലേക്ക് ബോൾ എത്തിക്കുകയൊക്കെ ആണെങ്കിൽ, ഒപ്പം തന്നെ വിംഗേഴ്സിനോട് കമ്പൈൻ ചെയ്ത് അദ്ദേഹത്തിന് മുന്നേറ്റം നടത്താൻ പറ്റുകയൊക്കെ ആണെങ്കിൽ അത് എതിരാളികൾക്ക് എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അർജന്റീനയുടെ ഡിഫൻസിൽ ക്യൂട്ടി റൊമേറോക്കും ലിച്ചാൻഡ്രോ മാർട്ടിനസിനും ഇതൊരു ബിഗ് ആസ്കാണ്, എ ഗ്രേറ്റ് ചാലഞ്ചാണ് അവരുടെ മുന്നിലേക്ക് വരുന്നത്. പിന്നെ മധ്യനിരയിലെ മറ്റൊരു പോരാട്ടം ഡാനി ഒൽമോ വേഴ്സസ് ലിയാൻഡ്രോ പരേഡസ്. ഈ കളിയുടെ റിസൾട്ട് തീരുമാനിക്കപ്പെടാവുന്ന മറ്റൊരു മാച്ചപ്പാണത്, ഡാനി ഒൽമോ വേഴ്സസ് ലിയാൻഡ്രോ പരേഡസ്. തീർച്ചയായിട്ടും രണ്ടുപേരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മധ്യനിരയിൽ. ഒരാൾ യൂഷ്വലി ഒരു പ്ലേ മേക്കർ റോളിലേക്ക് ഒക്കെ പോകുന്ന ഒരാളാണ്, ബെയിനക്കൊപ്പവും അതുപോലെ തന്നെ ഇടതുപാർശ്വത്തിലൂടെ നീക്കങ്ങൾക്കും ഒക്കെ സഹായിക്കുന്നയാളാണ്. അതേസമയം മറ്റൊരാൾ ലോങ് പാസുകൾ കൊടുത്ത് കാര്യങ്ങൾ നീക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് പരേഡസ്. ഡിഫെൻസീവ്ലി കാര്യങ്ങളെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എതിരാളികളുടെ അറ്റാക്ക് കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ള റോള് പരേഡസിനുണ്ട്. ഒൽമോയാവട്ടെ വളരെ ക്ലവറായിട്ട് പാസൊക്കെ കൊടുത്ത് ഗോളിലേക്കുള്ള വഴി വെക്കുകയും ചെയ്യും. സോ മധ്യനിരയിലുള്ള ഈ ഒരു പോരാട്ടം, അത് ഈ മത്സരം ആര് കൊണ്ടുപോകുമെന്ന് തീരുമാനിക്കുന്ന മറ്റൊരു മാച്ചപ്പാണ്. ഫാബിയൻ റൂയിസ് വേഴ്സസ് എൻസോ ഫെർണാണ്ടസ്. ഇതൊരു ഗ്രേറ്റ് ക്ലാഷ് ആയിരിക്കും മിഡ്ഫീൽഡിൽ.
കളി ആര് പിടിക്കുന്നു എന്ന് തീരുമാനിക്കപ്പെടുന്നത് മധ്യനിരയിലെ ഇത്തരം പോരാട്ടങ്ങളായിരിക്കും. ഡിലാഫ്യൂണ്ടയുടെ സ്ക്വാഡിലേക്ക് നമുക്കറിയാലോ, ബെൽജിയത്തിനെതിരെയുള്ള ക്വാർട്ടർ ഫൈനലിൽ വന്നു. ഫാബിയൻ പിന്നീട് വളരെ മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് നടത്തിയിട്ട് അദ്ദേഹം ആ സ്റ്റാർട്ടിങ് സ്പോട്ട് അങ്ങ് കളിച്ച് ഏൺ ചെയ്തെടുത്താണ് പെഡ്രിയെ മാറ്റിയിട്ട് ഫാബിയൻ റൂയിസിനെ കളിപ്പിക്കുന്നു. അതേസമയം എൻസോ ഫെർണാണ്ടസ് ഈജിപ്തിനെതിരെ അതുപോലെ തന്നെ ഇംഗ്ലണ്ടിനെതിരെ ഒക്കെ ക്രൂഷ്യലായിട്ടുള്ള ഗോളുകൾ കൂടി അർജൻറ്റീനയ്ക്ക് വേണ്ടി നേടുന്നുണ്ട്. രണ്ട് പ്ലെയേഴ്സും സിഗ്നിഫിക്കൻ്റ്ലി ഡിഫെൻസീവ്ലി കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാണ്. അതേസമയം തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നവരുമാണ്. സോ മധ്യനിരയിൽ ബോളിനായിട്ട് ഈ രണ്ടുപേരും നടത്തുന്ന പോരാട്ടം ഈ കളിയിൽ ഡിസിസീവായിരിക്കും. ഇനി കേൾക്കണോ? മാർക്ക് കുക്കറയ്യ വേഴ്സസ് ഹൂലിയാനോ സിമിയോണിയെ കളിപ്പിക്കുമോ അതല്ല നിക്കോളാസ് ഗോൺസാലസ് വരുമോ എന്നൊരു ചർച്ച അവിടെ നടക്കുന്നുണ്ട്. ഇനി അതല്ല സിമിയോണിയെ തന്നെ ഇറക്കുകയാണെങ്കിൽ ഒരു തല്ലുമാല നടക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആശങ്ക. സിമിയോണിയും കുക്കറയും ചേർന്ന് ഒരു നല്ല സ്പൈസി ആയിട്ടുള്ള കളി അവിടെ കളിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും വളരെ എക്സലൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് പുറത്തെടുക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ്. ഇപ്പോൾ കുക്കറയൊക്കെ ആണെങ്കിൽ കിടിലൻ ക്രോസുകളും ഒക്കെ ആയിട്ട് അവിടെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതേസമയം സിമിയോണി ഇപ്പോൾ കഴിഞ്ഞ കളിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ടാക്കിളുകളും മറ്റുമൊക്കെ ആയിട്ട് വളരെ വിഗറസ് ആയിട്ട് അദ്ദേഹം മധ്യനിരയിൽ നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ആ ഏരിയയിൽ അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോരാട്ടമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അതുപോലെ തന്നെ അവിടെ മോളിനെയാണ് അർജൻറ്റീനയുടെ ഒരു ഡിഫൻസിലുള്ളത്. അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും അലക്സ് ബെയ്നെയും കുക്കറയെയും ഒക്കെ ശ്രമിക്കാനുള്ള സാധ്യതയുമുണ്ട്. അത് അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം ഒരു വീക്ക് പോയിൻ്റ് എന്ന് പറയാവുന്ന ഒന്നാണ് വലത് വിങ് ബാക്ക്. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ വരെ ആൻ്റണി ഗോർഡൻ്റെ ഗോൾ വന്നതുപോലും അത്തരത്തിലുള്ള ഒരു അലസമായിട്ടുള്ള സമീപനത്തിൽ നിന്നാണ്. സോ അത് മുതലെടുക്കാൻ തീർച്ചയായിട്ടും സ്പെയിന് ശ്രമിക്കും. കുക്കറയ്ക്കും അതുപോലെ തന്നെ അലക്സ് ബെയ്നക്കും. ഇനിയിപ്പോൾ ബെയ്നെ അല്ലെങ്കിൽ നിക്കോ ഗോൺസാലസിനെ ഇറക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാൽ പോലും അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യത. അടുത്തൊരു മാച്ചപ്പ് ഹുലിൻ അൽവാരസും സ്പാനിഷ് ഡിഫൻഡേഴ്സും തമ്മിലുള്ളതാണ്. മറുഭാഗത്ത് നമ്മൾ ഒയർസബാളും അർജൻറ്റൈൻ ഡിഫൻഡേഴ്സും എന്ന് പറഞ്ഞ പോലെ തന്നെയാണിത്. അൽവാരസിൻ്റെ ഒരു പ്ലേയിങ് സ്റ്റൈൽ എല്ലാവർക്കും അറിയാലോ. സോ ഒപ്പോസിങ് ഡിഫൻഡേഴ്സ്, അതായത് ഐബറിക് ലപ്പോർട്ടും പൗ കുബാർസിയും, അവർക്ക് മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു കളിരീതിയാണ് ഹുലിയൻ അൽവാരസിൻ്റേത്. അദ്ദേഹം അഡ്വാൻസ് ആയിട്ട് ഓടിക്കയറുകയും പുറകോട്ടിറങ്ങുകയും സ്പീഡ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ലോങ് പാസുകൾ റിസീവ് ചെയ്യാൻ കപ്പാസിറ്റി ഒക്കെ ഉള്ളൊരു കളിക്കാരനാണ്. അദ്ദേഹം ചിലപ്പോൾ ലെഫ്റ്റ് വിങ്ങിൽ നിൽക്കാം, അല്ലെങ്കിൽ പുറകോട്ടിറങ്ങി വന്നൊരു എക്സ്ട്രാ മിഡ്ഫീൽഡറെ പോലെ ആവാം, അല്ലെങ്കിൽ ഒരു നമ്പർ 9 സ്ട്രൈക്കറെ പോലെ അങ്ങോട്ട് കയറി നിന്ന് കളിക്കുക. ഇങ്ങനെ എന്തും ചെയ്യും എന്നുള്ളതാണ്. സോ ഇത് ലപ്പോർട്ടിനും കുബാർസിക്കും വലിയ വെല്ലുവിളി ഉണ്ടാക്കാൻ പോകുന്ന ഒരു മാച്ചപ്പായിരിക്കും ഹുലിൻ അൽവാരസ് വേഴ്സസ് സ്പാനിഷ് ഡിഫൻഡേഴ്സ്. അപ്പോൾ ഈ ഒരു പോരാട്ടങ്ങളാണ്, അല്ലാതെ മെസ്സി വേഴ്സസ് ലാമിൻ യമാൽ പോരാട്ടമല്ല. ഈ പോരാട്ടങ്ങളാണ്, ഈ മാച്ചപ്പുകളാണ് കളി തീരുമാനിക്കാൻ പോകുന്നത്. കളിക്കുള്ളിലെ കളികളെന്ന് പറയാം. അതായത് റോഡ്രി വേഴ്സസ് മെസ്സി, ലാമിൻ യമാൽ വേഴ്സസ് നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ, മൈക്കൽ ഒയർസബാൽ വേഴ്സസ് അർജൻറ്റീൻ ഡിഫൻഡേഴ്സ്, ഡാനി ഒൽമോ വേഴ്സസ് ലിയാൻഡ്രോ പെരേഡസ്, ഫാബിയൻ റൂയിസ് വേഴ്സസ് എൻസോ ഫെർണാണ്ടസ്, മാർക്ക് കുക്കറയ വേഴ്സസ് ഹൂലിയാനോ സിമയോണി, ഹുലിൻ അൽവാരസ് വേഴ്സസ് സ്പാനിഷ് ഡിഫൻഡേഴ്സ്. ഇത് സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇങ്ങനെയാവും. പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നിട്ട് വീണ്ടും പണി കൊടുക്കുന്ന ആളുകളും ഉണ്ട്. അതും ഒരു പ്രശ്നമാണ്. ഇപ്പോൾ നിക്കോ ഒരു പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വരികയാണെങ്കിൽ അവിടെ മോളിനോ അല്ലെങ്കിൽ മൊണ്ടിയിലോ ഉണ്ടെങ്കിൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ളൊരു സാധ്യത വളരെ കൂടുതലായിട്ട് അവിടെ നമുക്ക് കാണാൻ പറ്റും. അതേസമയം അർജൻറ്റീനയ്ക്ക് ലൗറ്ററോ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വരും, ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിലുണ്ട്. ഏതായാലും ഈ ഓരോരോ മാച്ചപ്പുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതത് ടീമുകൾ അവരുടെ മിസ്റ്റേക്കുകൾ മാക്സിമം കുറച്ച് കളിക്കാനായിരിക്കും പരിശ്രമിക്കുക. എന്തായാലും ഫൈനലിൽ മികച്ചൊരു ടാക്റ്റിക്കൽ ഗെയിം കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയോടുകൂടി ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.